ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ രണ്ടാമത്തെ ടെസ്റ്റ് ഇനി 3 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റിന്റെ ഒരു ഇൻഡെപ്ത് റിവ്യൂ, അതായത് ഇന്ത്യയുടെ പോസിറ്റീവ്സ് എന്തൊക്കെയാണ്, നെഗറ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ഒരു ഡേ ബൈ ഡേ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞില്ല. നമ്മൾ ആ ദിവസത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലണ്ട് ടീമിനെ പറ്റി പറയുന്നില്ല. ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഇന്ത്യൻ ടീം ആയിരിക്കും. നമുക്ക് ആദ്യം നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങാം. ഇപ്പോൾ ഇന്ത്യയുടെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ന്യൂ ലുക്ക് സൈഡിന്, അതായത് ഒരു തലമുറ മാറ്റം എന്നൊക്കെ ഞാൻ പല വീഡിയോകളിലും എടുത്തെടുത്ത് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ട്രാൻസിഷൻ ഫേസിലുള്ള ടീമിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ്സ് കണ്ട മത്സരമാണ് ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ ബെസ്റ്റ് ഫോർമാറ്റ് ആണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരു ദിവസം ഒരു മുൻതൂക്കം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് ആ മത്സരത്തിൽ അവർ വിജയിക്കണം എന്നില്ല. ഇപ്പോൾ T20 പറയുകയാണെങ്കിൽ ആ ഒരു 3 മണിക്കൂറിൽ ഏത് ടീം നന്നായിട്ട് കളിക്കുന്നുവോ ആ ടീം ജയിക്കും. ഇനി നമ്മൾ വൺ ഡേ ഇന്റർനാഷണൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ദിവസം, ആ ഒരു പർട്ടിക്കുലർ ഡേ ഏത് ടീമാണ് മികച്ച രീതിയിൽ കളിച്ചത് ആ ടീമിനായിരിക്കും ആ ഒരു മത്സരത്തിൽ വിജയിക്കാൻ സാധിക്കുക. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ടെസ്റ്റ് തുടങ്ങുന്ന ആദ്യ ദിവസം ഒരു നല്ല മുൻതൂക്കം നേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിന്നീടുള്ള ദിവസങ്ങളിൽ ആ ഒരു മുൻതൂക്കം നിലനിർത്താനാവാതെ പോയി കഴിഞ്ഞാൽ മത്സരഫലം നേരെ തിരിയും. ഇപ്പോൾ ആദ്യത്തെ ദിവസം നന്നായി കളിച്ചത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ജയിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിൽ ഇന്ത്യ ജയിക്കേണ്ടതാണ്. എന്നാൽ ടെസ്റ്റ് മത്സരത്തിൽ ഒരു പ്ലെയറിന്റെ ആ ഒരു ടെക്നിക്ക് മാത്രമല്ല, ആ ഒരു ഗ്രിറ്റ്, ആ ഒരു ഡിറ്റർമിനൻസ്, ആ ഒരു അങ്ങനെ എല്ലാ സ്കില്ലും ടെസ്റ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേര് തന്നെ ഒരു ഫോർമാറ്റിന് വന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ ന്യൂ ലുക്ക് സൈഡിനെ സംബന്ധിച്ച് ഈ മത്സരം എന്ന് പറയുന്നത് നിരവധി പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നിരവധി സെഷൻ അവർ ഡോമിനേറ്റ് ചെയ്തു. ഇപ്പോൾ ആദ്യത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഡോമിനേറ്റ് ചെയ്ത ദിവസമാണ്. പക്ഷേ ആ ഒരു 5 ഡേ മാച്ച്, ആ ഒരു 5 ദിവസങ്ങൾ കമ്പൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ആദ്യത്തെ അത് പിന്നിലേക്ക് പോയ മത്സര ദിവസങ്ങളിൽ ഒരുപാട് പിന്നിലേക്ക് പോകാതെ പിന്നീട് അവസാന ദിവസം ഡോമിനേറ്റ് ചെയ്തിട്ട് ആ വിജയം പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഇതുപോലൊരു ന്യൂ ലുക്ക് സൈഡ് ഇംഗ്ലണ്ടിലെ പോലൊരു ഹോസ്റ്റലായ കണ്ടീഷനിൽ നിരവധി സെഷൻസ് ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്നാൽ ആ ഒരു മത്സരം മൊത്തത്തിൽ അവർ കളിച്ചു വന്നത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള റിസൾട്ടായി മാറുകയും ചെയ്തു. അതാണ് അതിലൊരു ഐറണി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടതാണ് ടോപ്പ് ഓർഡർ പ്ലസ് അപ്പർ മിഡിൽ ഓർഡർ ബാറ്റിംഗ്. ഇപ്പൊ സാധാരണ ഒരു 5 ഇൻഡിവിജ്വൽ സെഞ്ചുറി വന്ന മത്സരത്തിൽ നമ്മൾ പറയുന്നത് അവരുടെ ബാറ്റിംഗ് നന്നായിരുന്നു, അവരുടെ ഒരു 5 സെഞ്ചുറികൾ വന്നു, അവരുടെ ബാറ്റിംഗ് നന്നായിരുന്നു എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ അപ്പർ മിഡിൽ ഓർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ക്രിക്കറ്റിൽ അങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈം പോലും അല്ല ബാറ്റിംഗ് ഓർഡറിനെ പറയുമ്പോൾ. നമ്മളിപ്പം പറയുമ്പോൾ ടോപ്പ് ഓർഡർ, മിഡിൽ ഓർഡർ, ലോവർ ഓർഡർ, അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡർ എന്നൊക്കെ പറയാറുള്ളൂ. ഇവിടെ അപ്പർ മിഡിൽ ഓർഡർ എന്ന് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഇന്ത്യൻ ടീമായിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. ഇവിടെ ഓപ്പണേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ജയ്സ്വാൾ വളരെ മികച്ച ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സെഞ്ചുറിയാണ് ഫസ്റ്റ് ഇന്നിംഗ്സിൽ അടിച്ചത്. രണ്ടാമത്തെ ഇന്നിംഗ്സിൽ അതുപോലൊരു പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി രാഹുലിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനിൽ ഈ ഒരു മത്സരത്തിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ബാറ്റർ KL രാഹുൽ ആയിരുന്നു. കാരണം ഒരു പോയട്രി ഇൻ മോഷൻ എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ബാറ്റിംഗ് ആണ് നമ്മൾ രാഹുലിൽ നിന്ന് കണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ഇന്നിംഗ്സിലായാലും അങ്ങനെ കാര്യമായ പ്ലേസ് ആൻഡ് മിസ് ഒന്നുമില്ല, ഫുൾ കൺട്രോളിലായിരുന്നു. എന്നാൽ ഒരു ബ്രെയിൻ ഫീഡ് മൊമെന്റ് എന്ന് പറയാൻ പറ്റുന്ന പോലെ ആ ഒരു സെഷൻ അവസാനിക്കുന്നതിന് തൊട്ട് മുൻപ് എഡ്ജ് ചെയ്ത് വിക്കറ്റ് കളഞ്ഞ് മടങ്ങുകയാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വെൽ ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു സെഞ്ചുറി രാഹുൽ നേടി. 1 ഡൗണിലേക്ക് വന്ന, അതായത് പുതുതായിട്ട് നമ്പർ 3 പൊസിഷനിലേക്ക് വന്ന സായ് സുദർശന് ആദ്യത്തെ ഇന്നിംഗ്സിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ ഇന്നിംഗ്സിൽ സംഭവിച്ചത് ബെൻ സ്റ്റോക്സിന്റെ ഒരു ബ്രില്യൻ ക്യാപ്റ്റൻസിയാണ്. ആ ഒരു ലെഗ് സൈഡ് ട്രാപ്പ് വെച്ചിട്ട് സായ് സുദർശനെ റൺസ് ഒന്നും എടുക്കാനാവാതെ പുറത്താക്കി. രണ്ടാമത്തെ ഇന്നിംഗ്സ് വന്നപ്പോൾ കുഴപ്പമില്ല, പ്ലേസ് ആൻഡ് മിസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ടച്ചിലേക്ക് വരുന്നത് കണ്ടു, എന്നാൽ അത് കൺവേർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്പർ 4, ഇപ്പോൾ നമ്പർ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷനാണ്. കാരണം കാലാകാലങ്ങളായിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ അടക്കി വാണിരുന്ന പൊസിഷനാണ്. അത് കഴിഞ്ഞത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് വിരാട് കോഹ്ലിയിലേക്ക് പോയി. പിന്നീട് വിരാട് കോഹ്ലി ആ ഒരു പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ശുഭ്മാൻ ഗില്ലിലേക്ക് വന്നിരിക്കുന്നത്. ഗില്ലിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യമായിട്ട് ആ 4 നമ്പർ പൊസിഷനിൽ ഇറങ്ങുമ്പോൾ വിദേശത്ത് താൻ ക്യാപ്റ്റനായി ടീമിനെ നയിക്കുന്ന ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സെഞ്ചുറി നേടാനായിട്ട് ഗില്ലിന് കഴിഞ്ഞു. ഗില്ലിന്റെ ഇന്നിംഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഫോറിൻ പിച്ചിൽ ഗില്ലിന്റെ ഏറ്റവും മികച്ച ഇന്നിംഗ്സ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. പിന്നീട് നമ്പർ 5 ഋഷഭ് പന്തിനെ കുറിച്ച് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. പന്തിന്റെ ശൈലിയിൽ തന്നെ 2 ഇന്നിംഗ്സിലും സെഞ്ചുറി നേടി. ഇന്ത്യയുടെ ഓൾ ടൈം ടെസ്റ്റിലോട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോട്ട് ഡിസേർവ് ചെയ്യുന്ന പ്ലെയർ ആണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനെ അറിയാലോ, തൻ്റെതായ ഒരു അഗ്രസീവായിട്ടുള്ള ശൈലിയിൽ ആ ഒരു മത്സരം എതിർ ടീമിൽ നിന്ന് തട്ടിയെടുക്കാനായിട്ട് കഴിവുള്ള പ്ലെയർ ആണ് പന്ത്. 2 ഇന്നിംഗ്സിലും വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു, വെൽ ഡിസേർവ്ഡ് സെഞ്ചുറീസ് ആണ്. അപ്പോൾ അതാണ് ബാറ്റിംഗിലെ പോസിറ്റീവ്സ്. ഇനി ബാറ്റിംഗിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവ്സിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് എന്ന് പറയുന്നത് ബുംറയാണ്. ഇപ്പോൾ ബുംറയെ പറ്റി നമ്മൾ ഇപ്പോൾ പോസിറ്റീവ്സ് എന്ന രീതിയിൽ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന പ്ലെയർ ആണ്. വീണ്ടും ഒരു 5 വിക്കറ്റ് ഹോൾ വന്നു. കപിൽ ദേവിന്റെ ആ ഒരു റെക്കോർഡിനൊക്കെ
ഒപ്പം എത്താനും നമ്മുടെ ബുംറയ്ക്കായി. പിന്നെ വിക്കറ്റ് കോളത്തിൽ വലുതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിലും സിറാജും നന്നായിട്ട് പന്തെറിഞ്ഞത് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യത്തെ ഒരു സ്പെല്ലിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ് ബോളിംഗ് യുവർ ഹാർട്ട് ഔട്ട് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആ ഒരു തൻ്റെ ഫുൾ ഇൻറ്റൻസിൽ തന്നെ സിറാജ് പന്തെറിഞ്ഞു. പക്ഷെ അതിന് സിറാജിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിക്ക് തക്കതായ പ്രതിഫലം വിക്കറ്റിൻ്റെ രൂപത്തിൽ കിട്ടിയില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെയാണ് സിറാജ് പന്തെറിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അതാണ് ആ ഒരു പോസിറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാറ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്പോൾ എന്നെ കൊണ്ട് അപ്പർ മിഡിൽ ഓർഡർ എന്നൊരു ടേം യൂസ് ചെയ്യിപ്പിച്ചത് തന്നെ ഈ ഒരു വലിയ നെഗറ്റീവാണ്. ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസിൽ ഇന്ത്യയുടെ ലോവർ മിഡിൽ ഓർഡറും അതുപോലെ തന്നെ ടെയിൽ എൻഡേഴ്സും തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ആ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 7 വിക്കറ്റ് നഷ്ടപ്പെട്ടത് വെറും 41 റൺസിനാണ്. അതായത് ഇംഗ്ലണ്ടിനെ ഔട്ട് ബാറ്റ് ചെയ്തിട്ട് ആ മത്സരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാം. അതായത് ഇന്ത്യയുടെ ജയം അല്ലെങ്കിൽ ഡ്രോ എന്നൊരു എന്നീ റിസൾട്ടുകൾ മാത്രം പോസിബിൾ ആയേക്കാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താവുന്ന ഒരു ചാൻസ് ആണ് അവിടെ ആ ഒരു തകർച്ച മൂലം ഇന്ത്യ വിട്ടുകളഞ്ഞത്. അവിടെ 7 വിക്കറ്റിന് 41. രണ്ടാമത്തെ ഇന്നിങ്സ് വന്നു കഴിഞ്ഞപ്പോഴും ഒരു 425 അല്ലെങ്കിൽ 450 പോലൊരു സ്കോർ സെറ്റ് ചെയ്യാവുന്ന സമയത്ത് 31 റൺസിനാണ് 6 വിക്കറ്റ് കൊണ്ട് കളഞ്ഞത്. അപ്പോൾ ഒരു കൂട്ടി നോക്കി കഴിഞ്ഞാൽ 13 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് വെറും 72 റൺസിനാണ്. അപ്പോൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു വിക്കറ്റ് ആവറേജ് ചെയ്യുന്നത് എബവ് 5 റൺസിന് മുകളിൽ മാത്രമാണ് ഒരു വിക്കറ്റിന്റെ സമ്പാദ്യം. അതൊരു ഫ്ലാറ്റ് പിച്ചിൽ അങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ ഒരു ഭയങ്കര ബോളിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഇപ്പോൾ നമ്മുടെ ഓസ്ട്രേലിയ വെസ്റ്റ് ഇൻഡീസ് മത്സരം നടക്കുന്ന പോലത്തെ ഒരു പിച്ചാണെങ്കിൽ ഓക്കെ, നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ഇങ്ങനെ പുറത്താവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പ്രകടനമാണത്. അപ്പോൾ അങ്ങനെ ഒരു ടീം വിജയം ഡിസേർവ് ചെയ്യുന്നില്ല. ഇപ്പോൾ നോക്കിയാൽ ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് ഇന്നിങ്സിൽ 8ാം വിക്കറ്റിൽ മാത്രം 55 റൺസ് വന്നു. അവർ ആ ഒരു വിക്കറ്റിലെടുത്ത 55 റൺസിനേക്കാൾ വെറും 16 റൺസ് കൂടുതൽ മാത്രമാണ് 12 വിക്കറ്റുകൾ എക്സ്ട്രാ കൊടുത്ത് ഇന്ത്യ നേടിയത്. അപ്പോൾ അതിന് യാതൊരു ന്യായീകരണവും ഇല്ല. പിന്നെ ബാറ്റേഴ്സ് ഓഫ് ഡേ ഉണ്ടാവാമെങ്കിലും ആ ഒരു ക്രാഷ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു തകർച്ച നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ ജഡേജയ്ക്കായാലും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കരുൺ നായർ തിരിച്ചു വന്നിട്ട് കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ടൈലൻഡേഴ്സിന് ആർക്കും ഒരു എന്താണ്, നമ്മൾ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അവസാനം ഇറങ്ങി ജോഷ് ടങ്ക് വരെ ആദ്യ ഇന്നിങ്സിൽ 11 റൺസ് എടുത്തു. ഇവിടെ ആർക്കും അതിന് കഴിഞ്ഞില്ല. ഈ മത്സരത്തിൽ ഇന്ത്യയെ പ്രതികൂലമായി ബാധിച്ചത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഇനി ബോളിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് 2 ബാറ്റേഴ്സിന്റെ കാര്യമാണ്. എപ്പോഴും ബാറ്റിങ്ങിന്റെ ടേംസിലാണ് നമ്മൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ബോളിങ്ങിലും പാർട്ണർഷിപ്പ് ഉണ്ട്. അതായത് എന്താണ്, ഇപ്പോൾ നമ്മളൊരു സ്ട്രൈക്ക് ബോളർ ഉണ്ട്. പക്ഷേ ആ സ്ട്രൈക്ക് ബോളറിനെ ഹെൽപ്പ് ചെയ്യാൻ അപ്പുറത്തൊരു ബോളർ വേണം. അതിനിപ്പോൾ നമ്മൾ വർക്ക് ഹോഴ്സ് എന്നൊക്കെ പറയില്ലേ, ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മുടെ ഇഷാന്ത് ശർമ്മ. ഇഷാന്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഷാന്ത് ചിലപ്പോൾ ചില മത്സരങ്ങളിൽ കാര്യമായിട്ട് വിക്കറ്റൊന്നും എടുക്കത്തില്ല. ചിലപ്പം ആകെപ്പാടെ വിക്കറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു വിക്കറ്റൊക്കെ ആയിരിക്കും എടുക്കുന്നത്. പക്ഷേ ഇഷാന്ത് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും ആ ഒരു സ്പോട്ടിൽ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞിട്ട് റൺസ് അധികം വിട്ടുകൊടുക്കില്ല. അതായത് ഇപ്പോൾ 12 ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 15 ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20 ഓവർ എറിഞ്ഞു കഴിഞ്ഞാൽ ഇക്കോണമി റേറ്റ് 2 ഒക്കെ ആയിരിക്കും. അതായത് ആ ഇഷാന്തിന്റെ ഓവറുകളിൽ വിക്കറ്റ് വീണില്ലെങ്കിലും ബാറ്റേഴ്സിനെ ഫ്രീ ആയിട്ട് സ്കോർ ചെയ്യാൻ അനുവദിക്കില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ വരുന്ന സ്ട്രൈക്ക് ബോളറിന് വിക്കറ്റ് കിട്ടാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. അതായത് എവിടുന്നെങ്കിലും റൺസ് വരണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്ട്രൈക്ക് ബോളേഴ്സിന് വിക്കറ്റ് വീഴ്ത്താനും എളുപ്പമായിരിക്കും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബുംറ പിന്നെ സിറാജ്, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രസീദിനായാലും ഷർദുലിനായാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ബുംറയാണ് ഇന്ത്യയുടെ സ്ട്രൈക്ക് ബോളർ. ബുംറ എതിരാളികളെ വെള്ളം കുടിപ്പിക്കുന്നു. അടുത്ത ഓവറിൽ ഷർദോ അല്ലെങ്കിൽ പ്രസീദോ വന്നിട്ട് ഒരു 6-7 റൺസ് വിട്ടുകൊടുത്താൽ പിന്നീട് കാര്യമില്ല. കാരണം സ്കോർ ബോർഡ് പ്രഷർ ഇല്ലല്ലോ. ഇത് T20 ഒന്നും അല്ലല്ലോ ഒരു ഓവറിൽ അടിച്ചിട്ട് അടുത്ത ഓവറിൽ അടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ബുംറയുടെ ഓവറിൽ അവർക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സിറാജിന്റെ ഓവറിൽ അവർക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, അപ്പുറത്ത് ഇവരെ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ അപ്പുറത്ത് ഒരു ഓവറിൽ 6-7 റൺസ് കിട്ടുമെങ്കിൽ ടെസ്റ്റിൽ അതൊക്കെ തന്നെ ധാരാളമാണ്. അപ്പോൾ ആ ഒരു പാർട്ണർഷിപ്പ് ബോളിംഗ് ഇന്ത്യക്ക് ഇല്ല. ഇപ്പോൾ ബുംറയും കൂടെ അടുത്ത മത്സരത്തിൽ ഇല്ലാത്ത സ്ഥിതിക്ക് സിറാജ് ഒറ്റയ്ക്ക് പിടിക്കേണ്ടി വരും. അപ്പോൾ അപ്പുറത്ത് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഡിഫെൻസീവ് സ്റ്റൈൽ തന്നെ മതി, ഇപ്പോൾ അറ്റാക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ റൺസ് ഇപ്പം ഇംഗ്ലണ്ടിനെ പോലൊരു ഫ്രീ ഫ്ലോയിങ് സൈഡിനെ മത്സരം കൊണ്ട് അങ്ങ് ഓടിപ്പോകാതിരിക്കാൻ അനുവദിക്കുക എന്നുള്ളതും ഒരു വലിയ സ്ട്രാറ്റജി തന്നെയാണ്. അവിടെ ഇന്ത്യ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രസീദിന്റെ ഇക്കോണമി കൂടുതലാണ്, ഷർദുലിന്റെ ഇക്കോണമി കൂടുതലാണ്. ഷർദുലിനെ പിന്നെ കാര്യമായിട്ട് ഉപയോഗിച്ചതുമില്ല. ഇതെന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. ഇന്ത്യ എത്രയും പെട്ടെന്ന് സോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ആകാശ് അർഷദീപോ കളിച്ചേക്കാം. അപ്പോൾ ആര് വന്നാലും ഇപ്പോൾ ഒരു സ്ട്രൈക്ക് ബോളർ അപ്പുറത്ത് നിന്ന് പന്തെറിയുമ്പോൾ ഇപ്പുറത്തും അതുപോലെ തന്നെ അവർ ക്രിയേറ്റ് ചെയ്യുന്ന പ്രഷർ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയ വില അതിന് കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് ഇന്ത്യ ആദ്യത്തെ മത്സരത്തിലും ഇന്ത്യക്ക് സംഭവിച്ചത്. ഇപ്പോൾ നാലാമത്തെ ഇന്നിങ്സ് നോക്കിക്കഴിഞ്ഞാൽ 371 എന്ന് പറയുന്നത് വളരെ ചെറിയ സ്കോർ ഒന്നുമല്ല. നാലാമത്തെ ഇന്നിങ്സിൽ ഹെഡിംഗ്ലിയാണ് അവിടെ വലിയ സ്കോറുകൾ ചേസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും 371 എന്ന് പറയുന്നത് വലിയൊരു സ്കോർ തന്നെയാണ്. ഇപ്പോൾ ഒരു സൈഡിൽ ബുംറ എറിയുമ്പോൾ, അല്ലെങ്കിൽ ബുംറ ആ ഒരു നാലാമത്തെ ഇന്നിങ്സിൽ ആദ്യ ഇന്നിങ്സിന് അത്രയും
പെർഫെക്റ്റ് ആയിട്ട് വന്നില്ല എങ്കിലും ഇപ്പോൾ ഒരു ബോളർ വന്നിട്ട് ഓവറിൽ 1 റൺസോ അല്ലെങ്കിൽ ഒരു മെയ്ഡനോ ഇടുമ്പോൾ അപ്പുറത്തെ ഓവറിലും അതുപോലെ അതായത് ഒരു 10 ഓവർ 20 ഓവറൊക്കെ കഴിയുമ്പോൾ എതിരാളികൾക്ക് ഒരു 45-50 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിയുന്നതെങ്കിൽ പിന്നീട് അവർ വീണ്ടും ഷോട്ട്സിനായിട്ട് ശ്രമിക്കും, വിക്കറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി വരും. ഇവിടെ അതില്ല. ഒരു ഓവറില്ലെങ്കിൽ അടുത്ത ഓവറിൽ അവർക്ക് അടിക്കാം എന്നുള്ളൊരു സാഹചര്യം ഇന്ത്യ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ബോളിങ്ങിലെ കൺസേൺ. ഇനി ഫീൽഡിങ്, ജയ്സ്വാൾ കളഞ്ഞത് 4 ക്യാച്ചുകളാണ്, അതൊരു റെക്കോർഡുമാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റ് പിച്ചിൽ അവസരങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം അവിടെ പ്രത്യേകിച്ച് ഹെഡിംഗ്ലിയിൽ ബോളിങ്ങിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഓവർഹെഡ് കണ്ടീഷൻസ് വരണം. അപ്പോൾ അല്ലാതെ സൺ ഔട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ബാറ്റിങ്ങിന് പറ്റിയൊരു ഫ്ലാറ്റ് ട്രാക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാക്കിൽ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി മുതലാക്കുക. അതായത് ഹാഫ് ചാൻസ് ആണെങ്കിൽ പോലും കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വിജയത്തിനായിട്ടുള്ള ഏറ്റവും വലിയ വഴി. ഇന്ത്യ വലിയൊരു കുഴി സ്വയം കുഴിച്ചതാണ് മോശം ഫീൽഡിംഗ് വഴി. അതായത് ആദ്യ ഇന്നിംഗ്സിൽ പ്രോപ്പറായിട്ട് ക്യാച്ചുകൾ എടുത്തിരുന്നെങ്കിൽ മിനിമം ഒരു 100 റൺസിൻ്റെ ലീഡ് ഇന്ത്യക്ക് കിട്ടിയേനെ. അതും ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞില്ല. അതിന് ഫീൽഡിങ്ങിനെ തന്നെ പഴിക്കണം. ഇവിടെ ഒരു ട്രാൻസിഷൻ ഫേസ് എന്നുള്ളൊരു ന്യായമൊന്നും അവിടെ പോവില്ല. കാരണം ഫീൽഡിംഗ് എന്ന് പറയുന്നത് ബേസിക് ആണ്. തീർച്ചയായിട്ടും നന്നായിട്ട് ഫീൽഡ് ചെയ്തേ പറ്റൂ, അത് ക്യാച്ചുകൾ എടുത്തേ പറ്റൂ. ഹാഫ് ചാൻസസ് പോലും, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ പോയി തോൽപ്പിക്കണമെങ്കിൽ ഹാഫ് ചാൻസസ് പോലും കൺവേർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ അതിന് കഴിഞ്ഞില്ല. ഇപ്പൊ രണ്ടാമത്തെ മത്സരത്തിൽ ഫീൽഡിംഗ് ശരിയാക്കിയില്ലെങ്കിൽ, അതായത് ക്യാച്ചുകൾ കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ, ചിലപ്പോൾ ബുംറ കൂടി ഇല്ലെങ്കിൽ ആദ്യത്തെ മത്സരത്തിലേക്കാൾ ഭീകരമായ ഒരു തോൽവിയിലേക്ക് ഇന്ത്യ വഴുതി വീണേക്കാം, ആ ഒരു ഫീൽഡിംഗ് പ്രശ്നം ഉണ്ടെങ്കിൽ. അപ്പോൾ അതിന്റെ സോർട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ടു ഏർലി ടു ജഡ്ജ് ആണ്. അതായത് ഇപ്പോൾ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ജഡ്ജ് ചെയ്യാൻ സമയമൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം പന്ത് പോയിടത്തേക്ക് ഇപ്പോൾ ഫീൽഡറെ കൊണ്ട് നിർത്തുക എന്നുള്ള പരിപാടികളൊക്കെ ആദ്യ മത്സരത്തിൽ കണ്ടു. പക്ഷെ ഒരു യങ് ക്യാപ്റ്റനാണ്, തൻ്റെ ആദ്യത്തെ ഇന്ത്യയെ പോലൊരു ബിഗ് സൈഡിനെ ആദ്യമായിട്ടാണ് ഗില്ല് നയിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ, അതൊക്കെ എക്സ്പീരിയൻസ് വഴി നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും അത് നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്തിട്ട് ആ ഗില്ലൊരു മോശം ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ ഗില്ലൊരു നല്ല ക്യാപ്റ്റനാണെന്നൊന്നും വിധിക്കേണ്ട കാര്യം അവിടെ വരുന്നില്ല. അതൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് വഴിയെ കാണേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ ടീമിൽ എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുംറയുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് സംശയത്തിലാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ അറിഞ്ഞിരുന്നു 5-ൽ 3 മത്സരങ്ങൾ മാത്രമേ കളിക്കുകയുള്ളൂ. ഏതൊക്കെ മത്സരങ്ങളാണ് കളിക്കുക എന്നുള്ളത് പിന്നീട് തീരുമാനിക്കുന്നതാണ് എന്ന് ഗംഭീർ പറഞ്ഞത്. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ വർക്ക് ലോഡ് പരിഗണിച്ചിട്ട് കളിക്കാൻ സാധ്യത കുറവാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അറിയില്ല. അപ്പോൾ ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം കുറച്ചുകൂടി പരിങ്ങലിലാവും. സിറാജിന് മുകളിൽ കുറച്ചുകൂടി ലോഡ് വരും. ഇപ്പോൾ വരുന്നത് ആകാശ്ദീപാണോ അതോ അർഷദീപാണോ എന്നറിയില്ല. ആകാശ്ദീപ് നല്ല ബോളറാണ്. അതുപോലെ തന്നെ അർഷദീപിന് ഒരു ചാൻസ് കിട്ടിക്കാണാൻ, പ്രത്യേകിച്ച് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് വെറൈറ്റിയും കൂടെ കിട്ടിക്കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇനി കുൽദീപ് യാദവിനെ കളിപ്പിക്കുക എന്ന് പറയുന്നൊരു ബോൾഡ് മൂവ് ആണ്. ചിലപ്പോൾ ഒരു പിച്ച് അനുസരിച്ചിട്ട് കുറച്ചുകൂടി അറ്റാക്കിംഗ് സ്പിന്നറാണ് കുൽദീപ്. ഇപ്പോൾ കുൽദീപിനെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ ഒരു ബോൾഡ് മൂവ് ആയിരിക്കും അത്. അതിന് ഇന്ത്യ മുതിരുമോ എന്ന് തന്നെ കണ്ടു തന്നെ അറിയണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്ത്യക്ക് മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. എന്തായാലും നമ്മളിപ്പം മാച്ച് പ്രിവ്യൂ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും അതിൽ കുറച്ച് കൂടുതൽ വ്യക്തത വരും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിതീഷ് റെഡ്ഡിയുടെ ഇൻക്ലൂഷനാണ്. ഇപ്പോൾ നിതീഷ് റെഡ്ഡി പ്രാക്ടീസ് ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിതീഷ് റെഡ്ഡി ബോളിംഗിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. മോണി മോർക്കലാണ് ഇന്ത്യയുടെ ബോളിംഗ് കോച്ച്. മോർക്കലിന് കീഴിൽ നിതീഷ് റെഡ്ഡി തന്നെ ബോളിംഗിൽ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്റിംഗ് വൈസ് നമുക്കറിയാം BJയിലൊക്കെ ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ് റെഡ്ഡി. ഇപ്പോൾ ഷർദുലിന് പകരം റെഡ്ഡിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷർദുൽ ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. എന്നാൽ ഷർദുലിന്റെ ബോളിംഗ് കാര്യമായിട്ട് ഇന്ത്യ യൂസ് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ രണ്ടും ലൈക്ക് ഫോർ ലൈക്ക് അല്ല. ഒരാളൊരു ബാറ്റിംഗ് ഓൾറൗണ്ടർ, ബാറ്റർ വിത്ത് സം ബോളിംഗ്, ഒരാൾ ബോളർ വിത്ത് സം ബാറ്റിംഗ്, അങ്ങനെ ലൈക്ക് ഫോർ ലൈക്ക് അല്ല. അപ്പോൾ നിതീഷ് റെഡ്ഡിയെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ നിതീഷ് റെഡ്ഡി അങ്ങനെ 8ാമത്തെ ഒരു പൊസിഷനിൽ ഇടാൻ പറ്റുമോ? അപ്പം ബോളിംഗ് ഒന്നുകൂടെ തിന്നാവില്ലേ. അപ്പോൾ നിതീഷ് റെഡ്ഡി അങ്ങനെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. അതുപോലെ കരുൺ നായറിന് കഴിഞ്ഞൊരു മത്സരത്തിലെ വെച്ചിട്ട് ഇനി അവർ പുറത്താക്കുമോ എന്ന് അറിയില്ല. പക്ഷേ കരുൺ നായർ ഒരു ചാൻസ് കൂടെ എന്തായാലും ഡിസേർവ് ചെയ്യുന്നുണ്ട്. കരുൺ നായറിനെ ആ ഒരു മത്സരത്തിലെ മോശം ഫോമിന്റെ കാര്യത്തിൽ പുറത്താക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ത്യൻ ടീം ഏത് രീതിയിലായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് നമുക്ക് 2 ദിവസത്തിനുള്ളിൽ തന്നെ അറിയാം. എന്തായാലും പ്രിവ്യൂ ഇടുന്ന സമയമാകുമ്പോഴേക്കും കുറച്ചുകൂടി ഒരു വ്യക്തത വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അതായത് നിങ്ങൾക്ക് തോന്നിയ, അതായത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.